ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഉഴുന്ന് ദോശക്ക് മസാല ഉണ്ടാക്കി മസാല ദോശയാക്കി മാറ്റിയാലോ? അപ്പോൾ സിമ്പിളായിട്ട് നമുക്കൊരു ഉഴുന്ന് ദോശക്ക് മസാല ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതിന് ആവശ്യമായി എടുക്കുന്നത് ഒരു ക്യാരറ്റ്, 2 ക്യാരറ്റ്, ഒരു വലിയ ബീറ്റ്റൂട്ട്, 2 ഉരുളക്കിഴങ്ങ്, ഒരു 3 പച്ചമുളക് എന്നിവയാണ് എടുക്കുന്നത്. ഇതിലൊരു ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ വെജിറ്റബിൾസ് നേർത്തായിട്ട് അരിഞ്ഞെടുക്കാം. നേർത്തായിട്ട് അരിഞ്ഞെടുക്കേണ്ട, കുറച്ച് കട്ടിയായിട്ട് അരിഞ്ഞെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഓരോ വെജിറ്റബിൾസ് ഇവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ സവാള അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേവിന് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കത് ഗ്യാസിലേക്ക് വെക്കുക. അപ്പോൾ മസാല ദോശയ്ക്ക് ദോശ വേണ്ടേ? അപ്പോൾ നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഞാൻ ഇന്നലെ അരച്ച് വെച്ച അരിയാണ്. അപ്പോൾ ഞാനിതാ നല്ല മൊരിഞ്ഞ ദോശ ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുക്കർ വിസിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുക്കർ വിസിലടിച്ച് എയറൊക്കെ പോയി കഴിഞ്ഞ് ഞാൻ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ മസാല, അതായത് സിമ്പിൾ മസാല, അങ്ങനെയൊന്നും വഴറ്റാനോ അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല. നേരെ കുക്കറിലേക്ക് എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുക്കറിലെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് കഴിഞ്ഞ ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയിട്ട് നമ്മളെ വറവില്ലേ, കടുക്, കരിവേപ്പില, വറ്റൽമുളക് ഇട്ട് കൊടുത്ത വറവും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ സിമ്പിൾ മസാല ദോശേൻ്റെ മസാല ഇവിടെ റെഡി. അപ്പോൾ നല്ല ചുവപ്പ് കളർ മസാല ദോശ മസാലയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. നല്ല ചൂടുള്ള മസാല ദോശ. മസാല ബീറ്റ്റൂട്ട് ആഡ് ചെയ്തുകൊണ്ട് നല്ല കളർഫുള്ളി ആയിരിക്കും. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്നുകൂടി മസാല ദോശ ഉണ്ടാക്കും, അതായത് ഉഴുന്ന് ദോശ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മസാലയായിട്ട് ഈ മസാല ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.